ഫ്യൂച്ചറിൽ ഒരു പ്രൊഡ്യൂസർ എനിക്ക് കിട്ടാതെയാണ്. അപ്പൊ എന്ത് വേണം? അപ്പൊ അതൊരു സീക്രട്ടായിട്ട് തന്നെ എഴുതുന്നുണ്ട്. അതല്ല ചോദിച്ചത്, ഇത് ലോ കോസ്റ്റ് മൂവിയാണോ അതോ മൾട്ടിസ്റ്റാറില്ലല്ലോ. അതായത് ചോദ്യം എനിക്ക് മനസ്സിലായി. ഇത് രണ്ടുപേരും മൾട്ടിസ്റ്റാറല്ല എല്ലാവരും നാവ് പൊന്നാവട്ടെ. അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ലോ കോസ്റ്റ് പടമാണോ? അല്ല, ഇത് വാസ്തവത്തിൽ ഒരു മീഡിയം ബഡ്ജറ്റ് ഫിലിമായിട്ട് തുടങ്ങിയതാണ്. ഈ സിനിമയ്ക്ക് ഏകദേശം 2 കോടി രൂപ ചിലവ്. ഈ സിനിമയുടെ ക്യാരക്ടർ എന്തോന്നാണ്? ഐഷയാണോ? അത് പറഞ്ഞിട്ട് ഐഷയാണോ? നീലിമ. നീലിമ. നീലിമയുടെ ക്യാരക്ടർ ഒന്ന് പറയാം. ഒരു പൊങ്ങച്ചക്കാരനായ ഒരു അച്ഛൻ്റെ മകളായിട്ടാണ്. പക്ഷെ അച്ഛൻ്റെ ഒരു പൊങ്ങച്ചത്തരോ അച്ഛൻ്റെ ഒരു എന്താ പട്ടഗുണങ്ങളൊന്നുമില്ല. കൊച്ചു സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ഒരു കുട്ടി. അപ്പോ തീർച്ചയായിട്ടും എന്താ പറയാ, കുറച്ച് മോഡേൺ ആണ്, പക്ഷെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈ ഫിലിമില് ഫ്രണ്ട്ഷിപ്പിന് ഇത്ര ഡെപ്ത് കൊടുക്കാൻ കാരണം എന്താ? അതായത് 2 പെൺകുട്ടികളുടെ സൗഹൃദമാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയുടെ ആധാരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ കഥ പറയാൻ കാരണം നമ്മുടെ സമൂഹത്തില് സൗഹൃദത്തിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സൗഹൃദം എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതല്ല, ഇത് ഐഷയും നീലിമയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു രക്തബന്ധത്തെക്കാളും തീവ്രമായ ബന്ധമാണ്. അവരുടെ സ്നേഹബന്ധത്തിൽ കൂടിയാണ് ഈ കഥ ഉണ്ടാകുന്നതും ഈ കഥ നടക്കുന്നതും ഈ കഥ അവസാനിക്കുന്നതും. അപ്പൊ അത്രയും ഉദാത്തമായ ഒരു സൗഹൃദം എടുത്തു പറയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ 2 പെൺകുട്ടികളുടെ ഹൃദയബന്ധം കാണിക്കുന്ന ഒരു കഥ സിനിമയാക്കിയത്. ആരോടാ ചോദിക്കുന്നത്? ഞാൻ നോർമൽ ആളുകളോടാണ് ചോദിക്കുന്നത്. ചോദിക്കും. ആരോടാ രാജുന്ന് വിളിക്കാത്തതിന്റെ അസൂയാൻ തോന്നുന്നു. രാജു അല്ല, രാജപ്പൻ. പിന്നെ രാജ്യത്തിന് പണ്ഡിറ്റിന് കൂടി തോന്നും. അത് ഇടേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സിനിമയിലെ സ്വന്തം ശബ്ദമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല, എന്റെ ശബ്ദമല്ല. അതെന്താണ് നായികമാരെ സ്വന്തം ശബ്ദം ഉപയോഗിക്കാത്തത്? അതെനിക്ക് തോന്നുന്നു സാറിനെ തന്നെ ചോദ്യം ചെയ്തെന്താ കാരണം. എന്നാ സാർ തന്നെ ഉത്തരം പറയാം. അതായത് ലൊക്കേഷനിലെ ഏറ്റവും വലിയ തമാശകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തന്നെ മാളവിയുടെയും ശരണ്യയുടെയും ശബ്ദം അനുകരിച്ചുകൊണ്ടാണ്. ഇത് രണ്ടും മൈക്ക് ക്യൂറി കേൾപ്പിക്കാൻ അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. മാളവിയുടെ ശബ്ദം ഒരല്പം ഒരു എലി കരയുന്ന സൗണ്ടാണ്. പക്ഷേ ഇത് പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ലൊക്കേഷനിൽ വെച്ച് മാളവിക സംസാരിച്ചിരുന്ന ശബ്ദമല്ല ഇപ്പോൾ. എങ്ങനെയോ മാറ്റിയെടുത്തു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ ആങ്കർ ചെയ്യാൻ പോയിട്ട് അവിടെ വെച്ച് ശബ്ദമൊക്കെ ഇങ്ങനെ വലിച്ചു തുറന്ന് വല്ലാണ്ടൊക്കെ വോയിസ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാളവികയുടെ ശബ്ദത്തിന് നല്ല വ്യത്യാസം വന്നു. വേണമെങ്കിൽ മാളവിക തന്നെ അതൊന്ന് പറയും. അമൃത ടിവിയിലൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇവിടെ ഇരിക്കുന്ന ഗ്രൂപ്പ് വരെയാണ് അവിടെയും ഉറക്കെ ഓപ്പൺ ആയിട്ട് പറയാൻ പറയാം. അപ്പൊ ഇപ്പൊ ഓപ്പൺ ആയി സൗണ്ടൊക്കെ അതിന്റെ കാരണം ഇതിപ്പോ ഡയറക്ടേഴ്സ് മനഃപൂർവ്വം വോയിസ് മാറ്റുന്നതല്ല. വോയിസ് മാച്ച് ആണെങ്കിൽ ഹീറോയിൻസിനെ വെച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. അടുത്തൊരു സിനിമ മാളവികയ്ക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം ശബ്ദം കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു സർ. ഞങ്ങൾക്ക് അടുത്ത സിനിമ പുതുമുഖങ്ങളെ വെച്ച് തന്നെ പ്രതീക്ഷിക്കാമോ? ഞാൻ അടുത്ത സിനിമയും മിക്കവാറും പുതുമുഖങ്ങളെ വെച്ച് തന്നെയായിരിക്കും. അതിനൊരു മുഖം ഇതായിരിക്കും.
ഭാവിയെ കുറിച്ചാണല്ലോ. അപ്പൊ ചേച്ചിയുടെ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? അതൊരു ന്യായമായ ചോദ്യമാണ്. ഇവർക്ക് അതറിയാനുള്ള ഒരു അവകാശം എന്തായാലും ഉണ്ട്. ഭാവി വരനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല എന്നുള്ള നുണ ഞാൻ ഒരിക്കലും പറയില്ല. എന്തായാലും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇതിനുള്ള ടൈമില്ല, പറയാനുള്ള ടൈമില്ലാന്ന് തോന്നുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്തായാലും പറയാം. ഇപ്പൊ എന്തായാലും പറയുന്നില്ല. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ സലിംകുമാറിന് നാഷണൽ അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയണ്ടായി ഒരു മലയാളി ജൂറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടില്ല എന്ന് പറയണ്ടായി. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണെന്ന് ഒന്നാമത്തെ ചോദ്യം. ഇത് രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ ഓർത്ത് വെച്ചു. അല്ല, എനിക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ അഭിപ്രായമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികൾക്ക് ഇതിനു മുമ്പ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ മലയാളി ജൂറികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സലിംകുമാർ എന്ന് പറയുന്ന നടൻ ഒന്നാന്തരമായിട്ടുള്ള ഒരു നടനാണ്. ആ നടൻ അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഞാൻ പറയുന്നത് അവാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടുന്നവർക്ക് സന്തോഷവും കിട്ടാത്തവർക്ക് നിരാശയും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എല്ലാ വർഷവും നമ്മളൊക്കെ പ്രതീക്ഷിക്കും. അവാർഡ് വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ പറയും നമ്മളായാലും പോലെ വേറെ അറിയില്ല, കിട്ടാതെ ഇതൊക്കെ അതൊക്കെ പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയേണ്ട. മലയാളികൾ ജൂറിയായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സലിംകുമാറിന് കിട്ടുമായിരുന്നു. കാരണം അത് ഡിസർവിംഗ് ആണ്. വളരെ അർഹതയുള്ള ഒരാൾക്ക് കിട്ടിയെന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ സലിംകുമാറിന് നല്ല നടനുള്ള ദേശീയ അവാർഡ് കിട്ടി. അതേപോലെ ധാരാളം നടന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിൽ നടിമാർക്ക് എന്തുകൊണ്ട് അങ്ങനെ അവാർഡുകൾ കിട്ടുന്നത് കുറവാണ്? അത് പണ്ടൊക്കെ ശാരദ അങ്ങനെയുള്ള വലിയ വലിയ പ്രഗത്ഭരായ നടികളുണ്ടായിരുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ല. പൂർവ്വം സിനിമകളിലാണ് സ്ത്രീ കഥാപാത്രങ്ങൾ. ഇപ്പൊ ഇന്നാണ് കല്യാണത്തിൽ നീലിമയും ഐഷയും വളരെ ശക്തമായ രണ്ട് കഥാപാത്രങ്ങളാണ്. അപ്പൊ അതിന് ഒരു പക്ഷേ സ്റ്റേറ്റ് അവാർഡിനൊക്കെ പോകുന്ന സമയത്ത് നീലിമയ്ക്കോ ഐഷയ്ക്കോ ഒക്കെ കിട്ടിയേക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. പ്രധാന കാരണം ഇതാണ്, സ്ത്രീ കഥാപാത്രങ്ങൾ ശക്തമല്ല സിനിമയിൽ. ബൈക്ക് അടുത്ത് വിളിച്ച് ചോദിക്കും. വയസ്സെത്ര? കഴിഞ്ഞ കൊല്ലം മലർവാടിയുടെ സമയത്ത് ചോദിച്ചപ്പോൾ എന്നോട് തോന്നുന്നു 19. അതിൽ ഞാനൊന്ന് ഇടപെടേണ്ടി വരും. അതായത് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ മകളെ കയറി ചേച്ചിന്ന് വിളിച്ചു. അപ്പോൾ മകള് ഇദ്ദേഹം മാളവിക പോയതിനു ശേഷം മോളെന്നോട് ചോദിച്ചു, പക്ഷേ എന്നെ ആ കുട്ടി ചേച്ചിന്ന് വിളിച്ചു. അപ്പോൾ ആ ചേച്ചിക്ക് എന്ത് പ്രായം വരും? ഞാൻ നിനക്കെത്ര പ്രായം വരും? എന്നെക്കാളും വലുതാണ്. എൻ്റെ മകൾക്ക് 22 വയസ്സായി. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ചേച്ചിന്ന് വിളിക്കണമെങ്കിൽ 20 താഴെ തന്നെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. ഞാനും വിചാരിച്ചൊരു 10-25 കാണുമെന്നാണ്. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാനും ഞെട്ടിപ്പോയി. 19 ഉള്ളൂ. എത്ര വയസ്സായി? എനിക്ക് അല്ല, അതല്ല, ഞാനൊരു ക്ലൂ പറഞ്ഞു തരാം രജത്തിന് വേണ്ടിയിട്ട്. രജത്ത് 10ാം ക്ലാസ് പാസ്സായത് 15ാമത്തെ വയസ്സിലാണ്. ഇനി കൂട്ടിക്കും. കൂട്ടിക്കെന്ത് കൊടുക്കും? അല്ല, ഈ ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണ്. ചേട്ടന്റെ വയസ്സിങ്ങനെ പറഞ്ഞു ഇങ്ങനെ എടുത്തതിന് എനിക്കൊന്ന് ഓർക്കാൻ പറ്റിയ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ കിട്ടിയ ഒരു സിനിമയാണത്. കാരണം വെച്ചാൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു 33 ഡേയ്സിലാണ് ഫുൾ ഷൂട്ട് തീർത്തത്. ഈ 33 ഡേയ്സ് എന്ന് പറയുന്ന ദിവസങ്ങളിലും ഓരോ ദിവസവും വളരെ എനർജറ്റിക് ആയി തുടങ്ങുകയും അങ്ങനെ തന്നെ അവസാനിക്കും. വളരെ എന്താ പറയുക, ഫ്രണ്ട്ലി ആയിട്ട് സാറുണ്ട്. ഞാൻ നേരത്തെ സാറ് പറഞ്ഞ പോലെ സാറാണ് സാധാരണ എന്തായാലും മാളവികയിലെ ശരണ്യയിലേക്ക് ഇമിറ്റേറ്റ് ചെയ്ത് കളിയാക്കുക. ഞങ്ങൾ അതിന്റെ കൂട്ടത്തിൽ കൂടെ അങ്ങനെ വളരെ ലൈവിലായിട്ട് പോയതാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം, എനിക്ക് പാക്കപ്പ് ആയ ദിവസം 33rd ഡേ എനിക്ക് വൈകിട്ട് ഞങ്ങളൊരു പാർട്ടി, ഒരു പാക്കപ്പ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഓർഗനൈസ് ചെയ്ത് ആ പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു അതുവരെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ടെക്നീഷ്യൻസ്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ടെക്നീഷ്യൻസ്, യൂണിറ്റ് അംഗങ്ങൾ, ആർട്ടിസ്റ്റുകൾ, രാജസേന സാർ ഉൾപ്പെടെ എല്ലാവരും ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അങ്ങനെ അടിച്ചു കൊടുത്ത ഒരു പാക്കപ്പ് പാർട്ടി. എനിക്ക് അങ്ങനത്തെ ഒരു പാക്കപ്പ് പാർട്ടി പൊതുവെ കുറവാണ്. അപ്പൊ അതൊരു മറക്കാനാവുന്ന അനുഭവം തന്നെ. ഈ ചിത്രത്തിന്റെ വിശേഷം ഇന്നിവിടെ പൂർണ്ണമാകും. പുതിയൊരു
ചിത്രത്തിന്റെ പുതിയൊരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സൂപ്പർ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. കള്ളിപ്പെണ്ണെ കമലപ്പെണ്ണെ കരളിലെ ഇളമുത്തി നീല കണ്ണിലെന്താണോ ചൊല്ലു കനവിലെന്താ കണ്ണിലേറോ പടയത്തും കള്ളത്തിനായിടു പടയ കളിക്കവാനത്തും ബല്ലെ 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 നാടൻ ബല്ലി ബല്ലെ ശിഖ്യഗാമി ബല്ലെ 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 Single Moments will be brought to you by